1. In a particular situation, ASA Limited furnished the following informations. Standard quantity of material for producing 1 unit of finished product P is 5 kg. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ് ഓഫ് പി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 kg ആണ്. അടുത്തത് ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് 6 rupees per kg. അപ്പം ഒരു കെ ജിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ₹6 ആണ്, 6 രൂപയാണ്. ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് 500 യൂണിറ്റ്സ് ഓഫ് പി വെയർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതായത് ഔട്ട്പുട്ട്. ആക്ച്വൽ മെറ്റീരിയൽ കൺസ്യൂംഡ് വാസ് 2700 kg. അപ്പോൾ നമുക്ക് ആക്ച്വലും ഇവിടെ തന്നിട്ടുണ്ട്. ആക്ച്വൽ കെ ജി അതായത് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 2700 kg ആവശ്യമായിട്ട് വന്നു. അറ്റ് എ കോസ്റ്റ് ഓഫ് 16,200 രൂപ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര ആയിട്ടാണ് വന്നേ? 16,200 രൂപ. അപ്പോൾ നമുക്ക് ഈ ഒരു 2700-നെ എന്തായിട്ട് പറയാം? ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഇതിനെ എന്ത് പറയാം? ആക്ച്വൽ പ്രൈസ് എന്നും എടുക്കാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡും കിട്ടിയിട്ടുണ്ട്, ആക്ച്വലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി 5 kg, സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, 1 kgക്ക് 6 രൂപ. അതുപോലെ തന്നെ ആക്ച്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ കെ ജി എന്ന് പറയുന്നത് 2700 kg. അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 16,200. നമുക്കിനി കണക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി കണക്കിലേക്ക് കിടക്കാം. ഇവിടെ എന്തൊക്കെ വേരിയൻസസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ് കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നിൽ കൂടുതൽ വേരിയൻസസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയൻസസ് എന്ന് ഈ പാഠത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ആക്ച്വലും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. ആക്ച്വലിനെ സ്റ്റാൻഡേർഡായിട്ടും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനെ ആക്ച്വൽ വെച്ചും ഒരു കമ്പാരിസൺ നടത്തുന്ന പാഠഭാഗമാണ് നമ്മുടെ സ്റ്റഡി നോട്ട് 6.2 എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് എൻ്റെ സാറ് പറഞ്ഞു തന്ന ഒരു ഫോർമാറ്റ്, ആ ഫോർമാറ്റ് നമുക്ക് ആദ്യം പഠിക്കാവേ. ആ ഫോർമാറ്റിൽ ആദ്യം വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് SP ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇത് 1. ഇനി സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതെന്താണ്? 2. ഇനി ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇത് 3. അപ്പോൾ ഈ ഒരു 3 ഇക്വേഷൻ, ഇത് ചെറിയൊരു പാർട്ടാണ്. നമ്മൾ ഇതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഒരു വേരിയൻസ് അനാലിസിസ് അല്ലെ വേരിയൻസസ് എന്ന് പറയുന്നത് യൂസേജ് വേരിയൻസ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. ഏതാണ്? ഈ ഒരു ഫോർമാറ്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് 1 - 2. അതായത് നമ്മൾ മേളിൽ കണ്ട പോലെ തന്നെ SP ഇൻറ്റു SQ കണ്ടുപിടിച്ചിട്ട് നമ്മൾ SP ഇൻറ്റു AQ അതിൽ നിന്ന് കുറയ്ക്കും. അതാണ് 1 - 2 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് കണ്ടുപിടിക്കുന്നത് പ്രൈസ്
വേരിയൻസ്. പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് 2 മൈനസ് 3, അതായത് എസ് പി ഇൻറ്റു എ ക്യു മൈനസ് എ പി ഇൻറ്റു എ ക്യു. 3 പറയുന്നതാണ് കോസ്റ്റ് വേരിയൻസ്. കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് 1 മൈനസ് 3 ആണ്, അതായത് എസ് പി ഇൻറ്റു എസ് ക്യു മൈനസ് എ പി ഇൻറ്റു എ ക്യു. അപ്പോൾ ഈ പറയുന്ന എല്ലാം എസ് പി ആണെങ്കിലും എസ് ക്യു ആണെങ്കിലും എ ക്യു ആണെങ്കിലും എ പി ആണെങ്കിലും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. എസ് പി സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 6. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര kg വേണം? 5 kg ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എന്താ ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 16,200 രൂപയാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്നത് 2,700 രൂപയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 16,200 എന്ന് പറയുന്നത് 500 യൂണിറ്റ്സിനാണ്. അതുപോലെ തന്നെ 2,700 kg എന്ന് പറയുന്നതും 500 യൂണിറ്റ്സിനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? സ്റ്റാൻഡേർഡ് നമ്മൾ പെർ kg ആണ് അല്ലേ? പെർ kg സ്റ്റാൻഡേർഡിൽ പെർ kg 6 റുപ്പീസ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും 5 kg എന്നാണ് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ഈ ആക്ച്വൽ എന്ന് പറയുന്നത് 500 യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വൽ. അപ്പോൾ സ്റ്റാൻഡേർഡും നമ്മൾ ഒന്നെങ്കിൽ 500 യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇക്വേഷൻ 1 നമ്മൾ എടുക്കുകയാണ്, 1 മൈനസ് 2 എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 6 ആണ്. 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്താണ്? 5. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ പ്രൈസ് എത്ര യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്? 500 യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡും 500ലോട്ട് മാറ്റണ്ടേ? അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 5 kg ഇൻറ്റു 500 യൂണിറ്റ്സ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണോ? 6 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2,700. അപ്പോൾ നിങ്ങൾ സംശയം വരും, അതെങ്ങനെയാണ് 2,700 വന്നേക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നിക്കാണും. നമുക്കിവിടെ ഓൾറെഡി ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 2,700. അത് എത്ര യൂണിറ്റിനാണ്? 500 യൂണിറ്റാണ്. ഇവിടെ നമുക്ക് 500 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ 500 യൂണിറ്റ് തരാത്തത് കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 15,000 മൈനസ് 16,200. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത് 15,000 രൂപയ്ക്കാണ്. പക്ഷേ നമുക്ക് ആക്ച്വലി എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര യൂസേജാണ് വന്നേക്കുന്നത്? 16,200 രൂപയുടെ യൂസേജാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് ഫേവറബിൾ ആണോ? നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാട്ടിലും കൂടുതൽ യൂസേജ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫേവറബിൾ അല്ല, അത് നമുക്ക് എന്താണ്? അഡ്വേഴ്സ് ആണ്. എത്ര രൂപ അഡ്വേഴ്സ് ആണ്? 1,200 രൂപ അഡ്വേഴ്സ് ആണ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 1ൻ്റെ ആൻസർ കിട്ടി. ഇനി 2ൻ്റെ ആൻസർ, അതായത് പ്രൈസ് വേരിയൻസ് 2 മൈനസ് 3 എസ് പി ഇൻറ്റു എ ക്യു. എസ് പി എത്രയാണ് ഇവിടെ വരുന്നത്? 6 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2,700 മൈനസ് ആക്ച്വൽ പ്രൈസ് എത്രയാണ്? നമുക്കിവിടെ ആക്ച്വൽ പ്രൈസ് അറിയാമോ? ആക്ച്വൽ പ്രൈസ് അറിയാം അല്ലേ? ആക്ച്വൽ പ്രൈസ് നമുക്കിവിടെ അറിയാം. എത്രയാണ്? 16,200 രൂപ. ഈ 16,200 രൂപ എന്ന് പറയുന്നത് 2,700 kgയുടെ റേറ്റ് അല്ലേ 16,200 എന്ന് പറയുന്നത്. അപ്പോൾ എ പി ഇൻറ്റു എ ക്യു എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയായിട്ട് എഴുതാനായിട്ട് പറ്റും? 16,200 രൂപ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കണ്ടുപിടിച്ചാൽ പോരെ? ഇനി നമുക്കിത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16,200 എന്ന്. എ പി ഇൻറ്റു എ ക്യു എന്ന് പറയുന്നത് 16,200 എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാണ്. അപ്പോൾ 16,200 മൈനസ് 16,200 എന്ന് പറയുന്നത് 0. അപ്പോൾ ഇത് നമുക്ക് പോസിറ്റീവും അല്ല, അഡ്വേഴ്സും അല്ല, ഫേവറബിളും അല്ല. ഓക്കെ, നമുക്ക് ലാഭമില്ല നഷ്ടമില്ല എന്ന് പറയുന്ന പോലെ.
ഇനി നമ്മൾ കോസ്റ്റ് വേരിയൻസ് ആണ് കാണുന്നത്. കോസ്റ്റ് വേരിയൻസിൽ 1 - 3 ആണ് വരുന്നത്. 1 - 3. അപ്പോൾ എസ് പി ഇൻറ്റു എസ് ക്യു. എസ് പി എന്ന് പറയുന്നത് 6 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 5 kg ആണ്. എത്ര യൂണിറ്റ് ആണ്? 500 യൂണിറ്റിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? നമ്മൾ തൊട്ട് മുന്നത്തെ ഇതിൽ കണ്ടു 16,200 രൂപ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നത്? 15,000. 15,000 മൈനസ് 16,200. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1,200. നമുക്ക് എന്താണിത്? ഫേവറബിൾ ആണോ? അതായത് നമ്മൾ കോസ്റ്റ് ഉദ്ദേശിച്ചത് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് 15,000 രൂപയാണ്. പക്ഷേ നമുക്ക് വന്നത് എത്രയാണ്? 16,200. ഇത് നമുക്ക് ഫേവറബിൾ അല്ല, അഡ്വേഴ്സ് ആണ്. നമുക്കിതെന്താ? ഫേവറബിൾ അല്ല, അഡ്വേഴ്സ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഈ ഒരു ഇക്വേഷൻ പുതിയ സിലബസിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മൾ ഇടയ്ക്ക് മറന്നുപോയാൽ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണമെന്നാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലും കുറേ നാൾ നമ്മളിത് റിവൈസ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ പാഠത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. സ്റ്റാൻഡേർഡും ആക്ച്വലും നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ആൻസർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഇക്വേഷൻ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ എസ് പി ഇൻറ്റു എസ് ക്യു. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എന്താ പറയുന്നത്? മെറ്റീരിയൽ ഫോർ 70 kg ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് 100 kg. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ 100 kg നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 70 kg ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാം. ഓക്കെ, എക്സാമിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പ്രൈസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ₹1 per kg. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ പറയുന്നത് 1 kgക്ക് ₹1. 1 kgക്ക് ₹1. ഓക്കെ, ഇനി ആക്ച്വലിലോട്ട് പോകാം. ആക്ച്വൽ എന്താ പറയുന്നത്? ഔട്ട്പുട്ട് 2,10,000. നമുക്ക് ആക്ച്വലിലെ ഔട്ട്പുട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഔട്ട്പുട്ട് എത്രയാണ്? 2,10,000 kg. ഓക്കെ, ഇനി മെറ്റീരിയൽ യൂസ്ഡ് 2,80,000 മെറ്റീരിയൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര വരുന്നത്? 2,80,000. ഇനി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 2,52,000. അപ്പോൾ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 2,52,000 രൂപ. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം കിട്ടിയില്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നേരിട്ടങ്ങ് പോയാലോ? ഫസ്റ്റ് യൂസേജ് വേരിയൻസ് 1 - 2 ആണ് യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് ഇവിടെ വരുന്നത്? ₹1. 1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ പറയുന്നത് 100 kg ഇൻപുട്ടിന് 70 kg ആണ് ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2,10,000. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണ്? 2,10,000 രൂപ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് പറയുന്നു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്
ഓരോ 100 kg നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 70 kg ആണ് അല്ലേ? അപ്പോൾ ഈ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ആക്ച്വലി കിട്ടിയിരിക്കുന്ന ഈ 2,10,000 എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 100ഉം ഈ 70ഉം 100ഉം വെച്ച് നോക്കുമ്പോൾ എത്രയായിരിക്കും? 70 kg അല്ലേ? അപ്പോൾ നമുക്കിത് 100ലോട്ട് അല്ലെങ്കിൽ ശതമാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് ഈ 70% അല്ലേ? ഒന്ന് ഊഹിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കി. അപ്പോൾ 2,10,000 എന്ന് പറയുന്നത് 70% ആണെങ്കിൽ അപ്പോൾ 100% എത്ര ആയിരിക്കും അല്ലേ? അതിൻ്റെ ടോട്ടൽ എത്ര ആയിരിക്കും? ടോട്ടൽ എത്ര നമുക്ക് കിട്ടുന്നത്? 2,10,000 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി, ഇൻപുട്ട് കിട്ടി അല്ലേ? 3 ലക്ഷം അല്ലേ? പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, അതായത് 3 ലക്ഷം മെറ്റീരിയൽ അല്ലെങ്കിൽ 3 ലക്ഷം kg മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് 2,10,000 kg എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടി എത്ര? 1 രൂപ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി എത്ര? 3 ലക്ഷം. സോറി, ഞാൻ റെഡ് മഷി വിട്ടുപോയി കേട്ടോ. റെഡ് മഷിലോട്ടൊന്നും ആയിക്കോട്ടെ. 3 ലക്ഷം മൈനസ്, ഇനി 1 മൈനസ് 2 എത്രയാണോ? എസ് പി ഇൻറ്റു എ ക്യു. എസ് പി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1 rupees 1 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്കിവിടെ തന്നിട്ടില്ലേ? എത്രയാണ് തന്നേക്കുന്നത്? 2,80,000 kg. അപ്പോൾ നമ്മളത് തന്നെ എടുക്കും, 2,80,000. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 3 ലക്ഷം. 3 ലക്ഷം മൈനസ് 2,80,000 എന്ന് പറയുമ്പോൾ നമുക്ക് 20,000 രൂപ. ഇതെന്താണ്, അഡ്വേഴ്സ് ആണോ ഫേവർ ആണോ? നമ്മൾ 3 ലക്ഷമാണ് സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തത്, പക്ഷേ ആക്ച്വലി വന്നപ്പം 2,80,000 ആയിട്ട് ആ ചിലവ് കുറഞ്ഞു, അല്ലെങ്കിൽ ആ യൂസേജ് കുറഞ്ഞു. അപ്പോൾ നമുക്കിത് ഫേവറബിൾ അല്ലേ? അതെ, ഫേവറബിൾ. ഇത് നമുക്ക് ഫേവറബിൾ ആണ്, പോസിറ്റീവാണ്, അല്ലെങ്കിൽ ബെനിഫിറ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത് എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രൈസ് അല്ലേ? പ്രൈസ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 - 3. 2 - 3 എന്ന് പറയുമ്പോൾ എസ് പി ഇൻറ്റു എ ക്യു മൈനസ് എ പി ഇൻറ്റു എ ക്യു. ഓക്കെ, എസ് പി എത്രയാണ് നമുക്ക് കിട്ടി? സ്റ്റാൻഡേർഡ് പ്രൈസ് 1 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2,80,000 മൈനസ് എ പി ഇൻറ്റു എ ക്യു. എ പി എത്രയാണ്? എ പി ഇൻറ്റു എ ക്യു എത്രയാണ്? നമ്മളെങ്ങനെ എ പി ഇൻറ്റു എ ക്യു കണ്ടുപിടിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 2,52,000 കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഈ 2,52,000 എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ആക്ച്വലി യൂസ് ചെയ്ത മെറ്റീരിയൽ അതിൻ്റെ പ്രൈസ് അല്ലേ തന്നേക്കുന്നത്? 2,52,000 എന്ന്. അപ്പം എ പി ഇൻറ്റു എ ക്യു അല്ലേ 2,52,000? അതെ. അപ്പോൾ എ പി ഇൻറ്റു എ ക്യു എന്ന് പറയുന്നത് 2,52,000 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 2,80,000 മൈനസ് 2,52,000 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഉത്തരം? 28,000 രൂപ. ഇതെന്താണ് നമുക്ക്? ഇതും നമുക്ക് എന്താണ്? ഫേവറബിൾ ആണ് അല്ലേ? നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാട്ടിലും കുറവാണ് നമുക്ക് വന്നിരിക്കുന്ന പ്രൈസിലുള്ള വ്യതിയാനം. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മൂന്നാമത്തെ എന്താണ്? കോസ്റ്റ് വേരിയൻസിലെ ഇക്വേഷൻ എന്താണ്? 1 - 3. 1 - 3 എന്ന് പറയുമ്പോൾ എസ് പി ഇൻറ്റു എസ് ക്യു മൈനസ് എ പി ഇൻറ്റു എ ക്യു. ഓക്കെ, എസ് പി എത്രയാണ്? 1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 3 lakh മൈനസ് എ പി ഇൻറ്റു എ ക്യു എത്രയാണോ അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടുപിടിച്ചായിരുന്നു, 2,52,000. ഓക്കെ, ഇസിക്കൽ ടു എത്ര വരും? 3 ലക്ഷം മൈനസ് 2,52,000 എന്ന് പറയുമ്പോൾ നമുക്ക് 48,000 രൂപ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അപ്പം ഇട്ടേക്കണം. പിന്നെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പതുക്കെ എടുത്ത് പോകാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുത്ത ഇയറിൽ ജൂണിലേക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഡിസംബറിലേക്കൊക്കെയുള്ള കുട്ടികൾക്കായിട്ടാണ്. ഇപ്പം ഞാനും പഠിക്കുന്ന ഒരാളാണ്,
എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾക്കും ക്ലാസ് എടുത്തിരിക്കുക, എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പഠിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്കത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ പറ്റും, നമുക്കത് തിരുത്താം. അപ്പം തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേസ് 3. സപ്പോസ് that in a particular production process, two material A, material B are used to produce a chemical mixture called P. ഓക്കെ, നമ്മളൊരു P എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എയും മെറ്റീരിയൽ ബിയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the standard cost of the chemical mixture P is as follows. 40% material A at ₹20 per kg. അതുപോലെ തന്നെ 60% ഓഫ് മെറ്റീരിയൽ ബി അറ്റ് 30 per kg. അതായത് പി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മെറ്റീരിയൽ എന്തൊക്കെയാണുള്ളത്? മെറ്റീരിയൽ എ അല്ലേ, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ ബി. മെറ്റീരിയൽ എയുടെ 40% വേണം. ഓക്കെ, എ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ 40% വേണം പി എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാക്കാൻ. മെറ്റീരിയൽ ബിയുടെ എത്ര ശതമാനം വേണം? 60% വേണം. എ സ്റ്റാൻഡേർഡ് ലോസ് ഓഫ് 10% ഓഫ് ഇൻപുട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ 10% ലോസ് ഉണ്ടാകും. ഇത് കോസ്റ്റ് റെക്കോർഡ്സ് ഫോർ എ പീരീഡ് ഷോസ് ദ ഫോളോയിങ് യൂസേജ്. അതായത് ആക്ച്വലി നടന്ന കാര്യം. ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ സ്റ്റാൻഡേർഡാണ് കേട്ടോ, സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി ആക്ച്വലിലോട്ട് കടക്കുകയാണ്. 90 kg മെറ്റീരിയൽ എ അറ്റ് എ കോസ്റ്റ് ഓഫ് 18 per kg. അപ്പോൾ ആക്ച്വലിൻ്റെ കേസിൽ മെറ്റീരിയൽ എ 90 kg യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ്? പെർ കെ ജി എന്ന് പറയുന്നത് 18 രൂപ പെർ കെ ജി. 110 kg മെറ്റീരിയൽ ബി അറ്റ് എ കോസ്റ്റ് ഓഫ് 34 per kg. ബി എന്ന് പറയുന്ന മെറ്റീരിയൽ 110 kg യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ്? പെർ കെ ജി 34 യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻ എ പ്രൊഡക്റ്റ് പർട്ടിക്കുലർ മന്ത്, ഒരു മാസത്തിൽ പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 182 kg പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതായത് ഔട്ട്പുട്ട് എത്രയാണ്? ഔട്ട്പുട്ട് ഓഫ് പി എന്ന് ഇടാവേ, 182 kg. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്തൊക്കെ വേണം? എസ് പി വേണം, വേണ്ടേ? എസ് പി വേണം, എസ് ക്യു വേണം, എ പി വേണം, ആക്ച്വൽ പ്രൈസ് വേണം, ആക്ച്വൽ ക്വാണ്ടിറ്റി വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? 1 kg അല്ലേ, പെർ കെ ജി അല്ലേ പറയുന്നത്? പെർ കെ ജി സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 20. ഇനി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വേണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ ഒരു പ്രശ്നമുണ്ടല്ലേ, ഇല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ ഒന്നാമത്തെ പ്രശ്നം 2 പ്രൊഡക്റ്റ് ഉണ്ട്, മെറ്റീരിയൽ എയും മെറ്റീരിയൽ ബിയും ഉണ്ട്. ഇതിൽ വീണ്ടും പ്രശ്നമാണ് അല്ലേ? മെറ്റീരിയൽ എ എത്രയാണ്? 40% ആണ്. മെറ്റീരിയൽ ബി എത്ര? 60% ആണ് അല്ലേ? അപ്പം എത്ര ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? ആ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. അടുത്തത് എന്താണ്? ആക്ച്വൽ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. ആക്ച്വൽ പ്രൈസ് എയുടെ എത്ര? പെർ കെ ജി 18, ബിയുടെ എത്രയാണ്? 34. ആക്ച്വൽ ക്വാണ്ടിറ്റിയോ? എ എത്രയാണ്? 90 kg, ബി എത്രയാണ്? 110 kg അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇത്രയും നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, എന്താണ്? ഇത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലേ, തല പോയെന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം എടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ്
അല്ലേ? ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ട് എത്ര? 182 kg അല്ലേ? അതുപോലെ തന്നെ നമുക്കൊരു ലോസ് ഉണ്ട്, ലോസ് 10% ലോസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഏകദേശം ഒന്ന് കത്തിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ കിടക്കാം. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എത്രയാണ് നമുക്കറിയത്തില്ല. ഇൻപുട്ടിൽ കുറച്ച് ലോസ് ആവുന്നുണ്ട്, അത് നമുക്കറിയാം അല്ലേ? 10%. അപ്പോൾ ഈ ലോസ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഔട്ട്പുട്ട് എത്രയാണ് അത് നമുക്ക് തന്നിട്ടുണ്ട്, 182 kg ഇല്ലേ? അപ്പോൾ ഈ സംഭവത്തെ നമുക്കൊന്ന് തിരിച്ചാലോ. അപ്പോൾ ഈ 182 kg എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. 10% ലോസാണ്. 182 എന്ന് പറയുമ്പോൾ എപ്പോൾ എത്രയായിരിക്കും? 90% അല്ലേ? ഇൻപുട്ട് എത്രയാണ്? 100% അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. 100%-ൽ 10% ലോസ് ആകുമ്പോൾ നമുക്ക് ബാക്കി എത്ര കിട്ടുന്നത്? 90 അല്ലേ? ആ 90 182 എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എത്രയായിരിക്കും? ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 182 എന്ന് പറയുന്നത് 90% ആണെങ്കിൽ 100% എത്രയായിരിക്കും? 182 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 എത്ര കിട്ടും? 202.22222 എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കിട്ടി അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടിയില്ലേ? കിട്ടി. ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പക്ഷേ ഫുള്ളല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? A+B അല്ലേ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ എയും ബിയും നമ്മളിതിന് വേർതിരിക്കണ്ടേ? എ എത്രയാണ്? 202.222 ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ്? 40%, 80.888 എന്ന് പറഞ്ഞ് പോകും. ഇനി ബി ഈക്വൽ ടു 202.222 ഇൻറ്റു 60% ഇസ് ഈക്വൽ ടു 121.3333. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നത്, നമ്മൾ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന പോലെ തന്നെ എടുക്കുന്നതെന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റിലെ ആൻസർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ തന്നെ നമ്മുടെ കാൽക്കുലേറ്ററിൽ വരുന്ന പോലെ എടുക്കുകയാണെങ്കിൽ ഏകദേശം, അല്ലെങ്കിൽ ആ കറക്റ്റായിട്ട് നമ്മൾ ടെസ്റ്റിൽ തന്നേക്കുന്ന അതേ ആൻസർ പോയിൻ്റ് കഴിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നോട്ട് എഴുതുക. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് മായ്ക്കുകയാണേ. നമുക്ക് എ കിട്ടി. എ എത്ര കിട്ടിയിരിക്കുന്നത്? 80.8888. അതുപോലെ തന്നെ 121.333 എന്ന് പറഞ്ഞാൽ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് കിടക്കാം അല്ലേ? പക്ഷേ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമുക്ക് ഒരു മെറ്റീരിയലേ ഉള്ളായിരുന്നു അല്ലേ? ഒരു മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ 2 മെറ്റീരിയലുണ്ട് അല്ലേ? 2 മെറ്റീരിയലുണ്ട്. ഏതൊക്കെയാണ്? എയും അതുപോലെ തന്നെ ബിയും. അപ്പോൾ 2 മെറ്റീരിയൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ വരുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഒരു ഇക്വേഷനും കൂടെ ചെറുതായിട്ടൊന്ന് ആഡാവും. അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റിൽ നമുക്ക് ആദ്യത്തേത് തന്നെ SP ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇനിയുള്ളതാണ് വ്യത്യാസം വരുന്നത്. SP സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു RSQ. ഓക്കെ, അത് കഴിഞ്ഞ് SP ഇൻറ്റു AQ, AP ഇൻറ്റു AQ. ഈ RSQ എന്ന് പറയുന്നത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ സ്റ്റാൻഡേർഡ് എത്ര ഭാഗമാണ് എന്ന് കണക്കാക്കുന്ന ഒരു രീതിയാണ്. അത് നമുക്ക് എഴുതി വെക്കാം. ഇൻപുട്ട് എത്ര വരുന്നത്? 202.222 എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ നമുക്കിതും കൂടെ അങ്ങ് കളയാം. ഇതിന് നമുക്ക് 1 2 3 4 1 2 3 4. അപ്പോൾ നമുക്ക് മെറ്റീരിയലിൻ്റെ എണ്ണം, മെറ്റീരിയൽ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മുടെ കണ്ടുപിടിക്കാനുള്ള വേരിയൻസിൻ്റെ എണ്ണവും
ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ വരുമ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈൽഡ് വേരിയൻസ് ആണ്. YIELD, ഈൽഡ് വേരിയൻസ്. ഈൽഡ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - 2. സെക്കൻഡ് മിക്സ് വേരിയൻസ്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അപ്പം നോക്കുക. അറിയാത്തവർ ടെസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പം മിക്സ് വേരിയൻസ് 2 - 3 ആണ്. മൂന്നാമത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് 1 - 3. 4 പ്രൈസാണ്, പ്രൈസ് വേരിയൻസ് 3 - 4 വരും. 5 കോസ്റ്റ് വേരിയൻസ് ആണ്. കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുമ്പോൾ 1 - 4. പ്രോപ്പറായിട്ട് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടൊന്ന് എഴുതി പോവുകയാണ്. SP × SQ1. അതിൽ മെറ്റീരിയൽ A, മെറ്റീരിയൽ B ഉണ്ടല്ലോ. SP എത്രയാണ്? 20 × SQ എത്രയാണ്? 80.888. അതങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ബിയുടെ എങ്ങനെയാണ്? ഓക്കെ, എക്ക് എത്രയാണ്? 20, ബിക്ക് എത്രയാണ്? 30. ഓക്കെ, ബിക്ക് എങ്ങനെയാണ് വരുന്നത്? SP എത്രയാണ്? 30 × 121.333. ഓക്കെ, ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുന്നത്? 1617.77 എന്ന് പറഞ്ഞ് പോവും. ബിക്ക് എത്ര വരുന്നത്? 39.99 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ 57.76 നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിഫറൻസ് നമ്മുടെ ടെക്സ്റ്റിലും വരും. നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് വന്നേക്കുന്നത് 5257.78 നമുക്കിവിടെ 76 വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? SP × SQ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? SP × RSQ കണ്ടുപിടിക്കണ്ടേ? RSQ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ ആണ് RSQൻ്റെ ശരിക്കുള്ള മീനിങ്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് തന്നിരിക്കുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? എക്ക് എത്രയാണ്? 90, ബിക്ക് എത്രയാണ്? 110. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 200 ആണ് കിട്ടുന്നത്. അപ്പം ആക്ച്വൽ ക്വാണ്ടിറ്റി കിട്ടി. അപ്പം എന്താണ് ഇനി? സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലേ? സ്റ്റാൻഡേർഡ് റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? സ്റ്റാൻഡേർഡ് റേഷ്യോ എന്താണ്? നിങ്ങൾ തന്നെ പറ. സ്റ്റാൻഡേർഡ് റേഷ്യോ 40/60 അല്ലേ? 40/60 അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. മെറ്റീരിയലിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് 40%, അതുപോലെ തന്നെ 60%. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും, എ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെയും ബി എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെയും ടോട്ടലാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. സ്റ്റാൻഡേർഡ് റേഷ്യോ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പേഴ്സൻറ്റേജ് ബേസിസിലാണ് അല്ലേ? 40% എന്നും അതുപോലെ തന്നെ 60% എന്നും പറയുന്ന പേഴ്സൻറ്റേജ് ബേസിസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ബേസിസിലെടുക്കും? നമ്മൾ അതേ ബേസിസിൽ തന്നെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അതേസമയം ഇവിടെ 40ക്ക് പകരം 2, അതുപോലെ തന്നെ 60ന് പകരം 3 എന്നായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ കണ്ടാണ്? 2:3 എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അതിനെ കണ്ടേനെ. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്ന 40:60 എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ RSQ കാണണമല്ലോ. RSQ എ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ RSQ എങ്ങനെയായിരിക്കും? 200 × 40 / 100, 80. B 200 × 60 / 100, 120. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
RSQ കിട്ടിയിട്ടുണ്ട് അല്ലേ? RSQ കിട്ടി. നമുക്കതിനി ചെയ്യാം. SP എത്രയാണ് വരുന്നത്? SP 20 ഇൻറ്റു RSQ എത്രയാണ്? 80. അതുപോലെ തന്നെ ബിയുടെ കാര്യത്തിലോ നമുക്കൊരു വരയും കൂടെ ഇടാം, അല്ലെ കൺഫ്യൂഷൻ ആവും. ബിയുടെ കാര്യത്തിലോ 30 ഇൻറ്റു 120 എത്രയാണ് കിട്ടുന്നത്? 1600 32 36 3600. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 5200 അല്ലേ? അപ്പോൾ നമുക്കത് കിട്ടി. ഞാനിത് തുടയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ SP ഇൻറ്റു RSQവിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? SP ഇൻറ്റു AQ. SP എത്ര? 20 ഇൻറ്റു AQ എത്ര? എയുടെ AQ എത്ര? 90. ബിയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 30 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി 110. 1800 33 5100. ഇനി നമ്മളെന്താ ലാസ്റ്റ് AP ഇൻറ്റു AQ. ആക്ച്വൽ പ്രൈസ് എത്രയാണ് വരുന്നത്? 18 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി 90. 34 ഇൻറ്റു 110. 1620 3740. ടോട്ടൽ എത്രയാണ് വരുന്നത്? 5360. ഓക്കെ, നമുക്കപ്പോൾ 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. അപ്പോൾ എയുടെയും ഇപ്പം ഈ ഒരു ഇക്വേഷനിൽ എ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ടോട്ടൽ കാണണം, ബി എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ടോട്ടലും കാണണം. എന്നിട്ട് എയുടെയും ബിയുടെയും ടോട്ടൽ നമ്മൾ കൂട്ടി എഴുതണം. ടോട്ടൽ ഓക്കെ, ടോട്ടൽ ഈ ടോട്ടൽ വെച്ചിട്ടാണ്, ഈ 1 2 3 4 വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വേരിയൻസസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഈൽഡ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ 5257.76 മൈനസ് 5200 വരും. ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്? 57.76 അല്ലേ? ക്വസ്റ്റ്യനിൽ അതേ ആൻസർ തന്നെ അല്ലേ? 0.78 നമ്മുടെ ടെക്സ്റ്റിൽ വന്നേക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് എന്താണ്? ഫേവറബിൾ ആണ്. F ഫേവറബിൾ. സെക്കൻഡ് എന്താണ്? മിക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? 2 മൈനസ് 3. നമുക്ക് 2 എത്ര? 5200. 5200 മൈനസ് 5100 ഇസ് ഈക്വൽ ടു ഡിഫറൻസ് എത്രയാണ്? 100. നമുക്ക് ഫേവറബിൾ അല്ലേ? ഫേവറബിൾ ആണ്. ടെക്സ്റ്റിൽ അതേ ഉത്തരമല്ലേ? അതേ ഉത്തരമാണ്. ഇനി 3 യൂസേജിൻ്റെ ഇക്വേഷൻ എന്താ? 1 മൈനസ് 3. നമുക്ക് 1 എത്രയാണ്? 5257.76 മൈനസ് 5100 എത്രയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്? 157.76. ഫേവറബിൾ അല്ലേ? ആണ്. ക്വസ്റ്റ്യനിൽ നമ്മുടെ ടെക്സ്റ്റിലെ അതേ ആൻസർ അല്ലേ? ആണ്. ഓക്കെ. 4 എന്താണ്? പ്രൈസിൻ്റെ ഇക്വേഷൻ എന്താ? 3 മൈനസ് 4. 5100 മൈനസ് 4 5360. നമുക്ക് നെഗറ്റീവാണ് വരുന്നത് അല്ലേ? 260. നമ്മൾ നെഗറ്റീവ് ഇവിടെ ഇടാനായിട്ട് പാടില്ല. ഫേവറബിൾ ആണോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആണോ എന്ന് എഴുതാനേ പാടുള്ളൂ. അപ്പം 260 എന്താ? നമുക്ക് കുറവല്ലേ? അപ്പോൾ എന്താണ്? അഡ്വേഴ്സ് ആണ്. അഡ്വേഴ്സ്. നെഗറ്റീവ് എന്ന് ഒരിക്കലും എഴുതി വെക്കരുത്, ആ സൈൻ പോലും ഇടരുത്. 5. അഞ്ചാമത്തെ എന്താണ്? കോസ്റ്റ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? 1 മൈനസ് 4. 5257.76 മൈനസ് 4 എത്ര? 5360. നമുക്ക് എത്ര ഡിഫറൻസ് വരും? 102.24. അത് ഫേവറബിൾ ആണോ? അല്ല, അഡ്വേഴ്സ് ആണ്. അഡ്വേഴ്സ്. നമ്മൾ ടെക്സ്റ്റിലെ അതേ ആൻസർ അല്ലേ? അതെ. പോയിന്റ് കഴിഞ്ഞ് 2.2 ടെക്സ്റ്റിൽ, നമുക്ക് 2.4 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ് എടുക്കുമ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, അത് വലിയ പ്രശ്നമില്ല. പോയിന്റിന് മുന്നേ ഉള്ള ആ ഒരു
സംഖ്യ കറക്റ്റ് ആകണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കമൻറ്റിലിടുക, നമുക്കത് തിരുത്താവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് എന്തും കൂടെ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് അപ്പോൾ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.